സഹായിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ വിജയം. പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നിടത്ത് പരാജയമാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് സംഭവിക്കും? രാമായണത്തിനകത്ത് രാവണന് ഖരൻ, ദൂഷണൻ എന്നൊക്കെ പറഞ്ഞ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവന്മാര് വന്നിട്ടാണ് രാവണന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് രാവണന്റെ കുഴി കൊണ്ടുപോയി ചാടിച്ചത്. നമ്മളെ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എടാ നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി കുഴി ചാടിക്കുന്ന ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പൊ രാമായണം വായിക്കുന്ന സമയത്ത് നല്ല ഫ്രണ്ട്സ് ആരാണ് എന്നുള്ളത് നോക്കി തിരഞ്ഞെടുക്കാൻ നമ്മളെ പഠിപ്പിക്കലാണ് രാമായണം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇന്നത് തിരഞ്ഞെടുക്കണം എന്നൊന്നും രാമായണം പറയില്ല. പകരം നിങ്ങൾ ഖരന്റെയും ദൂഷണന്റെയും ഒക്കെ മായിരുന്ന ആൾക്കാരെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗതി രാവണന്റെ ആയിരിക്കും. ഹനുമാന്റെയും സുഗ്രീവന്റെയും ഒക്കെ മായിരുന്ന ആൾക്കാരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗതി രാമന്റേതായിരിക്കും. ഓക്കെ, അപ്പം കുടുംബ ബന്ധത്തിന്റെ കാര്യം, സൗഹൃദത്തിന്റെ കാര്യം. മൂന്നാമത്തതാണ് സഹോദര സ്നേഹത്തിന്റെ കാര്യം. ഈ മൂന്ന് സ്ഥലത്തും മൂന്ന് ടൈപ്പ് സാഹോദര്യ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെ? അയോധ്യയിൽ ഉണ്ടായിരുന്ന സ്വന്തം അമ്മ പുറത്താക്കിയ അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ട് പുറത്താക്കിയ രാമന്റെ അടുത്തേക്ക് അതേ മകൻ പോയിട്ട് പറയുകയാണ് അമ്മ ചെയ്തത് ക്ഷമിക്കണം, അമ്മയ്ക്ക് പറ്റിപ്പോയതാണ്, അതുകൊണ്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാള്. അപ്പുറത്തെ ഭാഗത്തോ സ്വന്തം സഹോദരനോട് പറഞ്ഞ് ഉപദേശിച്ച് ശരിയല്ല എന്ന് തോന്നിയിട്ട് നേരെ എതിർപാളയത്ത് പോയി ചേരുന്ന സഹോദരൻ. ഇപ്പുറത്താണെങ്കിലും രണ്ട് സഹോദരന്മാർ തമ്മിൽ ഒരു ലോജിക്കും ഇല്ലാതെ തമ്മിലടിക്കുന്നു, ഒരാളുടെ ഭാര്യയെ മറ്റൊരാള് ഭാര്യയാക്കി വെക്കുന്നു. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലീസ് അതിനകത്ത് കാണാൻ പറ്റും. ഇതിൽ ഓരോ കഥാപാത്രത്തിനെയും നിങ്ങളൊരു നോവലായിട്ട് എടുത്താൽ ഈ കഥാപാത്രത്തിനൊക്കെ നമ്മൾ പഠിക്കാൻ കുറെ കാര്യങ്ങൾ ഈ കഥാപാത്രത്തിനകത്തൊക്കെ കിട്ടും. അതിലൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഈ അവസാനിപ്പിക്കാം. ചെറിയൊരു കാര്യമാണ് ജഡായു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ, കണ്ടിട്ടുണ്ടാവും അല്ലെ? അതൊരു ഗസ്റ്റ് റോളുള്ള കഥാപാത്രമാണ്. ചെറിയ റോളിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. ഈ ജഡായു എന്തായിരുന്നു സംഭവിച്ചത്? ജഡായുവിന് നിങ്ങൾക്ക് രാമായണം കഥ കുറെ നിങ്ങൾ അറിയാം എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. നിങ്ങളിപ്പോ ചർച്ച നടത്തുന്ന സമയത്തും ഇത്രയും ഒരുപക്ഷെ ഈ ഒരു ജനറേഷനിലെ ആൾക്കാർക്ക് ഇത്രയും കഥകൾ അറിയുന്ന കുട്ടികൾ മറ്റു സ്കൂളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ അതൊരു നല്ല കാര്യമാണ്. സോ ജഡായു രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജഡായു ബ്ലോക്ക് ചെയ്തു. ജഡായുവിനെ രാമൻ ചിറകരിഞ്ഞിട്ട് താഴെ ഇട്ടു അല്ലെ? നിങ്ങൾ ഈ കഥയൊന്ന് നോക്കിയാൽ ജഡായു ഒരു പക്ഷിയാണ്, രാവണൻ ആ സമയത്ത് ഗംഭീര വില്ലനാണ് അല്ലെ? നമ്മളൊരു കാലത്ത് മലയാള സിനിമയിൽ ജോസ് പ്രകാശ് ഇങ്ങനെ സ്ക്രീനിലേക്ക് വരുമ്പോൾ ആൾക്കാർ പേടിക്കുകയും അതേപോലത്തെ ഒരു ഗംഭീര വില്ലനായിരുന്നു രാവണൻ. ജഡായുവിന്റെ രാവണനെ അറിയാം, ആള് ഗംഭീരമാണെന്നും ഒരുപാട് കഴിവുള്ള ആളെന്നൊക്കെ അറിയാം. ജഡായുവിനോട് രാമൻ പറഞ്ഞ പണി, നീ ഇവിടെ മരത്തിൽ ഇരുന്നിട്ട് ആശ്രമത്തിലേക്ക് നോക്കിയിരിക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? ഈ സമയത്താണ് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്. സീത ജഡായുവിന്റെ ഭാര്യയല്ല, പെങ്ങളല്ല, ആരുമല്ല അല്ലെ? കൊണ്ടുപോകുന്നത് ആ സമയത്തെ ഏറ്റവും പവർഫുൾ വില്ലനാണ് എന്നല്ലേ? ജഡായുവിന് ഒരു കാര്യം ചെയ്യുന്നു, പറന്നു പോയിട്ട് രാമനോട് പറയാം, രാമൻ എന്റെ ഭാര്യനെ പിടിച്ചോണ്ടോ വന്നിട്ട് പോയി രക്ഷിച്ചോ എന്ന് പറയായിരുന്നു. പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ രാമരാമ എന്നത് പ്രാർത്ഥന ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജഡായു ചെയ്തിട്ടില്ല. സ്വന്തം ലിമിറ്റേഷൻസ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്രയും ശക്തനായിട്ടുള്ള ഒരാൾക്കെതിരെ കൺമുമ്പിൽ നടക്കുന്നത് അധർമ്മമാണ് എന്നറിഞ്ഞപ്പോ സ്വന്തം ശക്തി പോലും നോക്കാതെ പോയിട്ട് എതിർക്കുന്നു. ഓക്കെ, അങ്ങനെ എതിർത്ത സമയത്ത് ജഡായുവിന്റെ ചിറകരിയപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ജഡായുവിന് എന്ത് സംഭവിച്ചു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ജഡായു രാമന്റെ മടിയിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് രാമന്റെ ഒരു ജഡായു സ്തുതി, എന്താണ്, ജഡായുവിന് അനുഗ്രഹം കൊടുത്തുകൊണ്ട് രാമൻ പറയുന്നുണ്ട്. ശ്രീരാമസ്തുതിക്ക് രാമന്റെ ഒരു മറുപടി ഉണ്ട്. ആ മറുപടിയിൽ രാമൻ പറയുന്ന സെന്റൻസ് ആണ് നമുക്ക് മാതൃകയാവേണ്ടത്. രാമൻ അതിനകത്ത് പറയുന്നത്, ഭക്തരായുള്ളവർക്ക് വന്നിടും മത്സാരൂപ്യം. ഭക്തരായ ആൾക്കാർക്ക് എന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെങ്കിൽ പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായ, നീ ചെയ്യുന്നത് പോലെ ചെയ്താൽ സ്വർഗരാജ്യം കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ നീ ചെയ്ത പോലെ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ ചെയ്തേ? ഒരു അധർമ്മം നടക്കുന്ന സമയത്ത്, തെറ്റായ കാര്യം നടക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയോ രാമരാമ ജപിച്ചിരിക്കുകയോ അവിടുന്ന് മാറിപ്പോവുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മുടെ കഴിവിനനുസരിച്ച് അതിനെ എതിർക്കണം എന്ന് രാമായണം നമ്മൾ പഠിപ്പിക്കുന്നു.